മലപ്പുറത്ത് താനൂരിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ വാർത്തയെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ വാർത്തയിലേക്കാണ്. താനൂരിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തെരച്ചിലിനായി നേവി സംഘവും ഇന്നെത്തുന്നുണ്ട്. താനൂർ പാലത്തിങ്ങൽ ന്യൂ കട്ടിലാണ് 17-കാരനെ കാണാതായത്. താനൂർ എടക്കടപ്പുറം സ്വദേശി ഷാജഹാന്റെ മകൻ ജുറൈജാണ് ഒഴുക്കിൽപ്പെട്ടത്. കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. മുബഷീർ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. 5-ാമത്തെ ദിവസമാണ്. ഇപ്പോഴും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആഴമുള്ള പുഴയാണ് എന്ന് തോന്നുന്നു. നല്ല ഒഴുക്കുമുണ്ട് അല്ലേ ഇപ്പോഴും? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും തെരച്ചിലിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും കാണാതായ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശക്തമായ കുത്തൊഴുക്കും അതുപോലെ തന്നെ പുഴയിൽ ജലനിരപ്പ് ഉൾപ്പെടെ ഉയർന്നു വരുന്ന തെരച്ചിലിന് പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഊർജിതമായ തെരച്ചിൽ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതുപോരാ, കൃത്യമായിട്ടുള്ളൊരു തിരച്ചിലിൻ്റെ ഇടപെടൽ ഇവിടെ വേണമെന്നുള്ളതാണ് നാട്ടുകാരും കുടുംബവും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ഞാനിപ്പോൾ നോക്കുന്ന സംഭവം നടന്ന ഈ പരപ്പരങ്ങാടി പാലത്തിങ്ങൽ ന്യൂ കട്ട് ഭാഗത്താണ്. ഇവിടെ ഒരു വിനോദസഞ്ചാര മേഖലയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു 4 കുട്ടികൾ. സാധാരണഗതിയിൽ ഇവിടെ കുളിക്കുന്ന കുട്ടികളാണ്, ഈ പ്രദേശം അറിയുന്ന കുട്ടികളാണ്. അവിടെ ഇറങ്ങി കുളിക്കുന്നതിനിടയിലാണ് പുഴയിൽ കുത്തൊഴുക്കിൽപ്പെടുന്നത്. തുടർന്ന് ബാക്കിയുള്ള കുട്ടികൾ രക്ഷപ്പെടുന്നു. അതിൽ 17-കാരന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഊർജിതമായുള്ള രക്ഷാപ്രവർത്തനം അന്നു മുതൽ തന്നെ ആരംഭിച്ചതാണ്. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ NDRF ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും കൈകോർത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടു. പക്ഷേ ഇപ്പോഴും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു മേഖല അറിയുന്ന ആളുകൾക്ക് പോലും എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താനൂർ നഗരസഭാ ചെയർമാനാണ്. ആ ഒരു പരിധിയിൽ വരുന്ന മേഖല കൂടിയാണ്. എന്താണിപ്പോൾ തെരച്ചിലിൻ്റെ ഒരു സ്ഥിതി? ഈ അപകടം സംഭവിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. ആ സമയം മുതൽ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടന്നു വരുന്നുണ്ട്. ബുധനാഴ്ച പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെ 5:30 മണിക്ക് തന്നെ NDRFൻ്റെ സേവനം നമുക്ക് ലഭിച്ചു. 5:30 അവരവിടെ ലാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഫയർഫോഴ്സ് ആ ദിവസം മുതൽ ഇവിടെ തെരച്ചിലിൽ സജീവമായി രംഗത്തുണ്ട്. അതിനേക്കാളേറെ മത്സ്യത്തൊഴിലാളികൾ, നാട്ടുകാർ, ട്രോമ കെയർ, TDRF, സന്നദ്ധ സംഘടനാ നേതൃത്വത്തിലൊക്കെ തെരച്ചിലാണ്. നാട്ടുകാരൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതുവരെ നമുക്ക് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വളരെ സങ്കടം ഉള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും താനൂർ നഗരസഭയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായ ലീഡർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നാവൽ ഓഫീസർക്കും ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് കമാൻഡിംഗ് ഓഫീസർക്കും കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൊച്ചിയിൽ നിന്ന് നാവിക വിഭാഗം വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ അക്കാര്യത്തിൽ വ്യക്തമായിട്ട് വില്ലേജ് ഓഫീസർ കൂടി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താണ് ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ പറഞ്ഞത്? ഇന്ന് നേവി ഒരു മേഖലയിൽ എത്തുമോ? തെരച്ചിൽ പങ്കെടുക്കുമോ? 9:30 പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് നേവിയുടെ കൂടി സഹായത്തോടുകൂടി തരാനുള്ള തീരുമാനമാണുള്ളത്. തിരിച്ചടിയാവുന്ന എനിക്ക് തോന്നുന്നു പുഴയുടെ കുത്തൊഴുക്കാണ് തോന്നുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു മേഖലയ്ക്ക് അറിയുന്ന ആളുകൾക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലായിട്ട്. ഇപ്പോൾ ഇവിടെ ഈ കടലിനോട് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഈ പുഴയും കടലും തമ്മിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ കുത്തൊഴുക്കും വെള്ളത്തിൻ്റെ തോതും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള വേങ്ങരയിലുള്ള ബക്കിക്കായ്മ ഷട്ടറും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പൂരപ്പറമ്പ് ചീർപ്പിങ്ങൽ ഷട്ടറും ഇന്നലെയും മിനിയാന്നുമായി താഴ്ത്തിയത് കൊണ്ടാണ് തെരച്ചിൽ നടക്കട്ടെ.